നമുക്കറിയാം, ഒരു രോഗിയെ സംബന്ധിച്ച് ഓരോ മിനിറ്റും ഏറ്റവും നിർണായകമാണ്. അവിടെയാണ് ആസിഡ് കുടിച്ച് ഗുരുതരാവസ്ഥയിലായ ഒരു മനുഷ്യന് ചികിത്സ കിട്ടാൻ 20 മിനിറ്റ് വൈകുന്നത്. എങ്ങനെയാണ് വൈകുന്നത്? കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് വിട്ടുകൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആംബുലൻസ് ഓടിക്കാൻ തയ്യാറാകാതെ തടഞ്ഞിട്ടതുകൊണ്ട്. യഥാർത്ഥത്തിൽ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് ഇവർ. അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു. നാടിനാകെ ഉപദ്രവമാകുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണല്ലോ നിർഭൻ. ഈ പൊതുപ്രവർത്തനം ചെയ്ത് സമൂഹത്തിൽ ഇടപെടേണ്ട മനുഷ്യരൊക്കെ ഇങ്ങനെയായി പോകുന്നല്ലോ എന്ന സങ്കടം മാത്രമാണ് ഈ വാർത്ത വരുമ്പോൾ മുന്നിലുള്ളത്. തീർച്ചയായും മനു, സങ്കടകരമാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഒരാളുടെ ജീവൻ വെച്ച് പന്താടുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് പൊതുപ്രവർത്തകർ മാറി? ഈ മനു തന്നെ പറഞ്ഞതുപോലെ കേവലം ഒരു അധികാരത്തിന് വേണ്ടി എന്ത് കിട്ടിയിരുന്നാലും അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക, മരണത്തെ പോലും ഉപയോഗപ്പെടുത്തുക, ദുരന്തങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് തഴന്താടുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പൊതുപ്രവർത്തകർക്ക് പോകാൻ കഴിയുന്നതെന്ന് ന്യായമായൊരു ചോദ്യമാണ്. കാരണം ബിനു സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ആദിവാസി യുവാവാണ്. ആദിവാസി മേഖലയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ആസിഡ് കഴിച്ച് അപകടമുണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ബന്ധുക്കൾ പരമാവധി ശ്രമിച്ചിട്ടാണ് അവർ 8 കിലോമീറ്റർ ഈ വാഹനം പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ഡോക്ടർമാർ വളരെ വേഗം തന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. അവർ തന്നെ ആംബുലൻസ് റെഡിയാക്കുന്നു. ആംബുലൻസ് പുറപ്പെടാൻ നിൽക്കുമ്പോൾ അവിടെ മനു ഒരു കാര്യം, അവിടുത്തെ ആംബുലൻസിൻ്റെ പ്രവർത്തനത്തിൽ ലൈസൻസ് ഇല്ല. അവർ ആംബുലൻസ് ടയർ മുട്ടയാണ്, അപകടം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമരത്തിന് വേണ്ടി വരുന്നത്. പക്ഷേ അവർ ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്? ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിന് വന്നത്. പക്ഷേ ഗുരുതരമായി കിടക്കുന്ന ഒരു രോഗിയെ ആശുപത്രി എത്തിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്താണ് സമരം എന്നതാണ് ന്യായമായി ചോദിക്കുന്നത്. ഈ വാർത്ത മനു ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. കാരണം പൊതുപ്രവർത്തകൻ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും പൊതുപ്രവർത്തകർ നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഒരു ജീവനെ കൊണ്ട്, ഒരു യുവാവിൻ്റെ ജീവൻ കയ്യിൽ വെച്ച് പന്താടാൻ കോൺഗ്രസ് പ്രവർത്തകർ മുതിരുവെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയില്ല. അവസാനം ബന്ധുക്കളെ പരാതി പരിശോധിച്ചപ്പോൾ ആ ചിത്രങ്ങൾ, അതിൻ്റെ വിഷ്വലുകൾ കൈവശമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണിത് ചെയ്തത്. സമരം ചെയ്ത് ഏകദേശം അരമണിക്കൂറോളം അവിടെ തടഞ്ഞിട്ടു എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ആരോപണമായി പറയുന്നത്. 20 മിനിറ്റ് മുൻപേ എത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകില്ല എന്ന് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിച്ചു എന്ന് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. മനു, തീർച്ചയായും ആ നടപടി, കർശനമായ നടപടി ഉണ്ടാകണം നിർഭൻ. കാരണം ഇത് ഇനി ആവർത്തിച്ചുകൂടാ. എന്താണ് ഇവർ ചെയ്യുന്നത്? അധികാരത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ കളയുന്ന അവസ്ഥയിലേക്ക് ഇവർ എന്താണ് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അധികാരമൊക്കെ വരും പോകും, പക്ഷേ മനുഷ്യജീവൻ അത്രമാത്രം വിലയാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? ആശുപത്രിക്ക് മുന്നിൽ പോവുക, സമരം ചെയ്യുക, ആംബുലൻസ് തടയുക, ചികിത്സ കിട്ടാതെ ഒരു മനുഷ്യൻ മരിക്കുക, കഷ്ടം തന്നെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി എന്ത് ന്യായീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് കാത്തിരിക്കാം.